ഹമാസിനെതിരെ വലിയ രീതിയിൽ തന്നെ ആക്രമണം നടത്തുന്ന ഇസ്രയേലിന് ആയുധങ്ങളും ആയുധോപകരണങ്ങളും നൽകരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നു. പ്രശാന്ത് ഭൂഷൺ മുഖേന നൽകിയിരിക്കുന്ന ഹർജിയിൽ പറയുന്ന കാര്യം ഇത് അന്താരാഷ്ട്ര നിയമത്തിന് എതിരാണ് ഇത്തരത്തിൽ ആയുധങ്ങൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ആയുധങ്ങൾ നൽകുന്ന ഇന്ത്യൻ കമ്പനികളുടെ ലൈസൻസ് റദ്ദ് ചെയ്യണം. ഇനി ഒരു പുതിയ കമ്പനിക്കും ഇത്തരത്തിൽ ഇസ്രയേലിന് ആയുധം കൊടുക്കാനുള്ള കരാറുകൾ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ഹർജി വന്നിരിക്കുന്നത്. നമുക്കറിയാം, നിലവിൽ ഇസ്രയേലിന് ഇപ്പോൾ ആയുധം നൽകുന്നതും യുദ്ധോപകരണങ്ങൾ നൽകുന്നതും ഇന്ത്യയാണ്. അത് ഒരു പഴയ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, മുൻപുണ്ടായിരുന്ന കരാറിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ അവർക്ക് ആയുധം നൽകുന്നത്. അത് ഏതായാലും ഈ ഹർജി എത്രത്തോളം മുൻപോട്ട് പോകുമെന്നറിയില്ല. ആയുധം ഇപ്പോഴും കൊടുത്തുകൊണ്ടേ തന്നെ ഇരിക്കുകയുമാണ്. ഏതായാലും ഇതൊരു രാജ്യത്തിൻ്റെ വിഷയവും കരാർ സംബന്ധിച്ച വിഷയമാണ്. അതിലൊക്കെ കയറി ഹർജി കൊടുത്താൽ എന്താകുമെന്നറിയില്ല. പക്ഷേ ഹർജി കൊടുത്ത വ്യക്തി പ്രശാന്ത് ഭൂഷൺ ആയതുകൊണ്ട് എന്താകും ഹർജിയുടെ വില എന്നറിയില്ല. മുൻപ് സുപ്രീം കോടതി പ്രശാന്ത് ഭൂഷണിന് വിലയിട്ടത് ₹1 എന്നും പ്രേക്ഷകർ ഇപ്പോൾ ഓർക്കുന്നുണ്ടാകും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.